Hello friends, welcome back to the book hauls. Let's open our book. ഇന്ന് നമ്മളൊരു പ്ലേ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സോങ് റിട്ടൺ ഇൻ 1973 ബൈ മാർഗരറ്റ് ഡ്യൂറാസ്. ഇതൊരു എക്സ്പെരിമെൻ്റൽ പ്ലേ ആണ്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് 1930s കൊളോണിയൽ ഇന്ത്യയിലാണ്. 1972 ബ്രിട്ടൻ്റെ നാഷണൽ തിയേറ്റർ നമ്മുടെ ഡ്യൂറാസിനെ കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ സോങ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ എഴുതാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ഇന്ത്യൻ സോങ്. പക്ഷേ അത് ആ സമയത്ത് സ്റ്റേജ് ചെയ്തിരുന്നില്ല, എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു ബുക്കിൻ്റെ ഫോമിൽ പബ്ലിഷ് ചെയ്യുന്നത് 1973 പിന്നീട് 1975 ആയപ്പോഴേക്കും അതൊരു മോഷൻ പിക്ചറായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് 1993 ഓക്കെ. ഇന്ത്യൻ സോങ്ങിൽ നമ്മൾ 4 പേരെ കാണുന്നുണ്ട്. ആക്ച്വലി 4 വോയിസാണ് നമ്മൾ കേൾക്കുന്നത്. 2 ഫീമെയിൽ വോയിസ്, 2 മെയിൽ വോയിസ്. ഇവർ കുറേ കാര്യങ്ങൾ റീകളക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ത് കാര്യങ്ങളാണെന്ന് നോക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ കൽക്കത്തയിലുള്ള ഫ്രഞ്ച് എംബസി 1937 കൽക്കത്തയിലുള്ള ഫ്രഞ്ച് എംബസിയിൽ വെച്ചിട്ട് ഒരു പാർട്ടി നടക്കുകയാണ് ഒരു ദിവസം രാത്രിയിൽ. അപ്പോൾ ആ ദിവസത്തെ കാര്യങ്ങളും ആ പാർട്ടിയിലെ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടടുത്ത ദിവസം അതവിടെ വെച്ചിട്ടാണ് ഫ്രഞ്ച് റെസിഡൻസ് ആണ് ഓൺ ആൻ ഐലൻഡ് ഇൻ ദ ഇന്ത്യൻ ഓഷൻ. അപ്പോൾ ഈ 2 ദിവസത്തെ കാര്യങ്ങളും ഈ 4 വോയിസ്, ഈ 4 പേര് റീകളക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേ കാണുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ഫോക്കസ് പോകുന്നത് ആനി മേരി സ്ട്രറ്റർ എന്ന് പറയുന്നൊരു സ്ത്രീയിലാണ്. എല്ലാവരുടെയും ഒരു ഒബ്ജക്റ്റ് ഓഫ് ഫാസിനേഷൻ ആയിരുന്നു അവർ ഓൾറെഡി മാരീഡാണ്. ഒരു കല്യാണം കഴിച്ചിരിക്കുന്നത് അംബാസഡർ ആയിട്ടുള്ള സ്ട്രറ്ററെയാണ്. എന്നിരുന്നാൽ പോലും അവർക്കൊരു ലവറുണ്ട്, മൈക്കൽ റിച്ചാർഡ്സൺ. അതുപോലെ തന്നെ വേറെ 2 പുരുഷന്മാരെ കാണിക്കുന്നുണ്ട്. ഇതിലൊരാളൊരു ഫ്രഞ്ച് വൈസ് കൗൺസിലാണ്, മറ്റേ ആളൊരു യങ് ആയിട്ടുള്ള ഫ്രഞ്ച് അറ്റാഷയാണ്. ഇവർക്ക് 2 പേർക്കും ഇവളോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമുണ്ട്. അങ്ങനെയുള്ള ഒരു എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ആൻ. ഒരു ദിവസം രാത്രിയിൽ ആൻ എന്ത് ചെയ്യാണ്, സൂയിസൈഡ് ചെയ്യാണ്. എങ്ങനെയാണ്, ഇന്ത്യൻ ഓഷനിലേക്ക് നടന്നു പോയിട്ട് സ്വയം മുങ്ങി വെള്ളത്തിൽ മുങ്ങി സൂയിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കഥയിലൂടെ, അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കഥയിലൂടെ നമ്മൾ കാണുന്നത് ഒരു ലക്ഷോറിയസ് ആയിട്ടുള്ള യൂറോപ്യൻ കൊളോണിയൽ ലൈഫാണ്. അവിടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വൈറ്റ് പീപ്പിൾ എന്ത് ചെയ്യും, പ്രിവിലേജ്ഡ് വൈറ്റ് കോളനിസ്റ്റ് ടേക്ക് റെഫ്യൂജ് ഫ്രം പോവർട്ടി, ഡിസീസ്, സ്റ്റാർവേഷൻ ആൻഡ് ഓൾ. പക്ഷേ ഇന്ത്യൻ പീപ്പിൾ എന്ത് ചെയ്യാണ്, സഫർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എന്ത് ചെയ്യാണ് ഇവിടെ കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ തീംസ്, അതായത് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അവരുടെ പ്രിവിലേജ്, അതുപോലെ തന്നെ ഇന്ത്യൻ പീപ്പിളിൻ്റെ സഫറിങ്. തീംസ് എന്ന് പറയുമ്പോൾ ലവ് ഒരു തീമാണ്, ഡിസയർ, പാഷൻ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്, കൊളോണിയൽ ഡോമിനേഷൻ, ഇങ്ങനെ ഒരുപാട് തീംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ സോങ്ങിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലേയിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ കാണുന്നത്. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി പ്ലേയിലേക്ക് പോവാം. ആദ്യത്തെ ആക്റ്റിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് നമുക്ക് നോക്കാം. ആക്ട് 1 നമ്മൾ ആദ്യം കേൾക്കുന്നത് ഒരു പിയാനോ പ്ലേ ചെയ്യുന്നതാണ്. ബ്ലൂസ് ട്യൂണാണ് പ്ലേ ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് 2 സ്ത്രീകളുടെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഡിസെംബോഡീഡ് ആയിട്ടുള്ള ഫീമെയിൽ വോയിസസ് ആണ്. വോയിസ് 1ഉം വോയിസ് 2ഉം അവർ പരസ്പരം സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അവരെന്താ സംസാരിക്കുന്നത്? അവർ പറയുന്നത്, ഈ മൈക്കൽ റിച്ചാർഡ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉള്ള ടൗണിലുള്ള ഒരു ലോക്കൽ വുമനുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ ഒരു ഡാൻസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇയാൾ ആനി മേരി സ്ട്രറ്ററെ കാണുന്നുണ്ട്. കണ്ടിട്ട് അവരോട് അഗാധമായ പ്രണയം തോന്നിയിട്ട് ഇയാൾ ഇയാളുടെ ഫിയാൻസി അബാൻഡൻ ചെയ്തിട്ട് ആനി മേരിയെ ഫോളോ ചെയ്ത് കൽക്കത്തയ്ക്ക് പോകുന്നു എന്ന കാര്യമാണ് പറയുന്നത്. ആനി മേരി ആണെങ്കിലോ ഷീസ് ഡ്രസ്ഡ് ഇൻ ബ്ലാക്ക്, ഒരു കൗച്ചിൽ കിടക്കുകയാണ്. മൈക്കൽ റിച്ചാർഡ്സൺ അവരുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവരെ കൂടാതെ ഇവരുടെ അടുത്ത് മൂന്നാമതൊരു പുരുഷനുണ്ട്, അയാൾ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഈ വോയിസ് പറയുകയാണ്, ഇവർ 2 കൂടെ സംസാരിക്കുകയാണ്. ആ ഒരു ദിവസം രാത്രിയിൽ എന്ത് ചെയ്തു, ആനി മേരി മരിച്ചുപോയി. ഇന്ത്യയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ഇവർ മരിച്ചതിന് ശേഷം ആ രാജ്യം വിട്ട് പോകുന്നുണ്ട് മൈക്കൽ റിച്ചാർഡ്സൺ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർ പറയുന്നത്, ഈ ആനി കൗച്ചിൽ നിന്ന് എഴുതിച്ചിട്ട് നമ്മുടെ മൈക്കിളും എഴുതിച്ചു, 2 പേരും കൗച്ചിൽ നിന്ന് എണീറ്റിട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയാണ്. പിന്നെ ഈ 2 വോയിസ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അവർ കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് പഴയ കാര്യങ്ങളാണ്. അതിങ്ങനെ പാർഷ്യലി മാത്രമേ അവർ ഓർക്കുന്നുള്ളൂ
എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡാൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡാൻസ് പരിപാടി നടന്നത് കൽക്കത്തയിൽ, ഇന്ത്യയിലെ കൽക്കത്തയിൽ വെച്ചിട്ട്, കൽക്കത്തയിൽ എവിടെയാണ്, കൽക്കത്തയിലെ ഫ്രഞ്ച് എംബസിയിൽ വെച്ചിട്ടാണ് നടന്നത് എന്ന കാര്യമാണ് അവർ ഓർത്തെടുക്കുന്നത്. അപ്പോൾ ഇത് കൽക്കത്തയാണെന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദൂരത്ത് നമ്മുടെ കൽക്കത്തയുടെ ആ സ്ട്രീറ്റിലെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. തെരുവിലൊരു ബെഗ്ഗ വുമൻ എന്ത് ചെയ്യാണ്, ഷൗട്ട് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ശബ്ദം ഉണ്ടല്ലോ, ഈ രണ്ട് സ്ത്രീ ശബ്ദങ്ങൾ അവർ റീകോൾ ചെയ്യുകയാണ്. ഈ ബെഗ്ഗ വുമൻ അവർക്ക് വട്ടാണ്, അവർ ഫ്രം ബർമയാണ്. എന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 17 വയസ്സുള്ളപ്പോൾ ഈ ബെഗ്ഗ വുമൻ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അങ്ങനെ അവരുടെ അമ്മ അവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്ത് കളഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കുറേ വർഷം, 10 വർഷത്തോളം അവരിങ്ങനെ വാക്കിംഗ് അക്രോസ് ഏഷ്യ, എന്നിട്ടാണ് അവസാനം എന്ത് ചെയ്ത് കൽക്കത്തയിൽ എത്തിച്ചേർന്നത് എന്നൊക്കെ ഈ ബെഗ്ഗ വുമനെ പറ്റിയും ഇവർ സംസാരിക്കുന്നുണ്ട്. ഇനി ബാക്കി അവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ ആനി മേരി എന്ത് ചെയ്തു, ഫ്രഞ്ച് എംബസിയിൽ വന്നു. എന്നിട്ട് അവർ റൂമിൻ്റെ നടുക്ക് നിന്നിട്ട് വീപ്പ് ചെയ്യാണ്, കരയാണ്. എപ്പോഴേക്കും മൈക്കിൾ റിച്ചാർഡ്സൺ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ ആനി മേരിയെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ആംസിലെടുത്തിട്ട് ജെൻ്റ്ലി എന്ത് ചെയ്യണം, ഫ്ലോറിൽ കിടത്തുകയാണ്. എന്നിട്ട് അവരുടെ അടുത്തിരുന്നിട്ട് അവരിങ്ങനെ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മൈക്കിളിനൊരു ഫിയാൻസി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇയാൾ അബാൻഡൻ ചെയ്തതിന് ശേഷം അവർ മരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു സെക്കൻഡ് മാനെ കാണുന്നുണ്ട്. അയാളൊരു ഗസ്റ്റാണ്, നമ്മുടെ സ്ട്രെച്ചറിൻ്റെ ഗസ്റ്റാണ്. അയാളും അകത്തേക്ക് വന്നിട്ട് ആനി മേരിയുടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെച്ചറിൻ്റെ ഗസ്റ്റായിട്ടുള്ള ഈ മനുഷ്യനും ഉണ്ട്, നമ്മുടെ മൈക്കിൾ റിച്ചാർഡ്സനും ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ ആനി മേരിയുടെ അടുത്തിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ സ്ത്രീ ശബ്ദങ്ങൾ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. എല്ലാം ഈ രണ്ട് സ്ത്രീകൾ സംസാരിക്കുന്നതാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ആനി മേരി ഒറിജിനലി ഫ്രം വെനീസാണ്. അവർ എന്ത് ചെയ്തു, 18 വയസ്സായപ്പോൾ ഒരു ഫ്രഞ്ച് കൊളോണിയൽ ഒഫീഷ്യലിനെ കല്യാണം കഴിച്ചു. എന്നിട്ടാണ് പിന്നീടാണ് നമ്മുടെ ഈ അംബാസഡർ സ്ട്രെറ്ററിനെ കാണുന്നത്. അപ്പോൾ ഇയാളെ കാണുമ്പോൾ ഫസ്റ്റ് ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ട് ഇയാളെ കല്യാണം കഴിച്ചു എന്നാണ്. ഇപ്പോൾ ഒരു 17 വർഷമായിട്ട് നമ്മുടെ ഈ അംബാസഡർ സ്ട്രെറ്ററിൻ്റെ കൂടെ തന്നെയാണ് അവരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേരിയസ് സിറ്റീസ് ത്രൂ ഔട്ട് ഏഷ്യ. അപ്പോൾ ഈ രണ്ട് സ്ത്രീകൾ ആനി മേരിയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ വൈസ് കൗൺസിൽ കരയുന്ന സൗണ്ടാണ്. അയാൾ ഭയങ്കര ഡെസ്പയറിൽ കരയുകയാണ്. അപ്പോൾ ആ വോയിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെ വെച്ചിട്ട്, സിറ്റി ഓഫ് ലാഹോറിൽ വെച്ചിട്ട് ഈ വൈസ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴെ കാണുന്ന ബെഗ്ഗേഴ്സിനെ ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ റിക്കോൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആനി മേരി ചാന്തനഗൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. പിന്നെ നമ്മൾ കാണുന്നത് ദൂരത്ത് ഹൊറൈസണിൽ നിന്ന് ഒരു ഗ്ലോ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ത്രീകൾ സംസാരിക്കുകയാണ്. ആ ഗ്ലോ എന്താണെന്ന് അവർ പറയുകയാണ്, അതായത് പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യരെ കത്തിക്കുകയാണ്, അതിൻ്റെ ആ ഒരു ഗ്ലോ ആണ്, ആ ഒരു പ്രകാശമാണ് ആ കാണുന്നത് എന്ന് ആ സ്ത്രീകൾ പറയുന്നിടത്താണ് നമ്മുടെ ആക്ട് 1 അവസാനിക്കുന്നത്. ആക്ട് 2 നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിസപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ്. എവിടെ, കൽക്കത്തയിലുള്ള ഫ്രഞ്ച് എംബസിയിൽ. ഇവിടെ നമ്മൾ സ്റ്റേജിൽ കേൾക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ, ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവരുടെ കോൺവെർസേഷൻ്റെ കുറേ ഫ്രാഗ്മെൻറ്റ്സ് ഓവർ ഹിയർ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ഈ സ്റ്റേജിൽ വന്നിട്ട് ഒരു ക്യാരക്ടറും സംസാരിക്കുന്നില്ല, ഒരു സിംഗിൾ വേർഡ് പോലും അട്ടർ ചെയ്യുന്നില്ല ഒരു ക്യാരക്ടറും. അപ്പോൾ ഈ ഓവർഹേർഡ് കോൺവെർസേഷൻ ഉണ്ടല്ലോ, സ്നിപ്പെറ്റ്സ് ഓഫ് ഓവർഹേർഡ് കോൺവെർസേഷൻ, കോൺവെർസേഷൻ ഫ്രം ദ ഗസ്റ്റ് അറ്റ് ദ റിസപ്ഷൻ, അതിൽ നിന്നാണ് ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിവീൽ ആവുന്നത്. ഇവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്, മൈക്കിൾ റിച്ചാർഡ്സൺ നമ്മുടെ ആനിയുടെ ലവറുണ്ട്, അതുപോലെ തന്നെ അയാൾ റിസപ്ഷനിലുണ്ട്. അതുപോലെ വേറൊരു ഫ്രഞ്ച് വൈസ് കൗൺസിലുണ്ട്, ഹീസ് ഫ്രം ലാഹോർ. അതുപോലെ തന്നെ അയാളെ കാണുമ്പോൾ ഗസ്റ്റുകളിങ്ങനെ പരസ്പരം ഗോസിപ്പ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇയാൾ ലാഹോറിൽ ഇതെന്താ കാണിച്ചേ, എന്താണ് ഇയാളുടെ ബിഹേവിയർ ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയാണല്ലോ ഇയാൾ ചെയ്തത്, അല്ലെങ്കിൽ ഇയാൾ ലാഹോറിൽ വെച്ചിട്ട് ഒരു തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഗസ്റ്റ് ഇയാളെ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഒരു യങ് ഫ്രഞ്ച് അറ്റാഷയാണ്. അയാൾ പുതിയതായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അയാളും ഇവിടെ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കാണുമ്പോൾ വേറെ കുറേ ഗസ്റ്റുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾ നമ്മുടെ ആനിനെ കണ്ടിട്ട് ഭയങ്കര വണ്ടറടിച്ചു പോയി എന്നാണ്. എന്നിട്ട് അവർ എന്തൊക്കെ ചെയ്യുന്നു, ഇവർ ഈ സമയം കളയാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ ഇയാൾ അന്വേഷിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ കുറേ പേര് ഇയാളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവരുടെ 2 പെൺമക്കളുടെ കൂടെ ടെന്നീസ് കളിക്കും, പിന്നെ രാവിലെ ഏർലി മോർണിംഗിൽ സൈക്കിൾ റൈഡിന് പോവും എന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർ ഇയാളോട് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ അതും ഗസ്റ്റുകൾ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നില്ല, സ്റ്റേജിൽ കാണുന്നില്ല. ആൻ മേരി അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വൈസ് കൗൺസിൽ എന്ത് ചെയ്യാണ്, ഗാർഡനിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഗസ്റ്റുകളൊന്നും ഇയാളെ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അംബാസിഡർ വന്നിട്ട് നമ്മുടെ ആ യങ് അറ്റാഷയോട് ഈ വൈസ് കൗൺസിലിനോട് പോയി സംസാരിക്കൂ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യങ് അറ്റാഷയെ പോയിട്ട് ഗാർഡനിലേക്ക് പോയിട്ട് വൈസ് കൗൺസിലിനോട് ഒരു ഫ്രണ്ട്ലി വേയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാൾ വൈസ് കൗൺസിലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ലാഹോറിൽ വെച്ചിട്ട് ബാൽക്കണിയിൽ നിന്ന് വെടിയുതിർത്തല്ലോ, താഴെ ഉണ്ടായിരുന്ന ബെഗേഴ്സും അതുപോലെ കുഷ്ഠരോഗികൾക്കും നേരെ വെടിയുതിർത്തല്ലോ, അതെന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്നത് ജോർജ് ക്രോൺ എന്ന് പറയുന്ന ഒരാളുടെ സൗണ്ടാണ്. അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആനി മേരിയുടെ ഒരു പഴയ ഫ്രണ്ടായിട്ടാണ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ റിസപ്ഷനിൽ നിന്ന് കുറച്ച് ദൂരത്തൊരു പ്രൈവറ്റ് റൂമുണ്ട്. ആ റൂമിൽ നമ്മുടെ ആനി മേരി മൈക്കിൾ റിച്ചാർഡ്സണുമായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബെഗ വുമൻ, അവർ നമ്മൾ ഗാർഡനിൽ കാണുന്നുണ്ട്. ഈ ബുഷിൻ്റെ ഇടയിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ആനി മേരി പുറത്തേക്ക് വരുമ്പോൾ ഇവരെ കണ്ടിട്ട് തിരിച്ച് കയറി പോകുന്നുണ്ട്. പിന്നെയും ഈ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം പരസ്പരം സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ആനി മേരി എന്ത് ചെയ്യും, വെക്കേഷന് പോവും. എവിടെയാണ് വെക്കേഷന് പോകുന്നത്? ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്, ഇൻ ദ ഇന്ത്യൻ ഓഷൻ. ആരുടെ കൂടെയാണ് പോകുന്നത്? മൈക്കിൾ റിച്ചാർഡ്സണും ചില സമയങ്ങളിൽ വേറെ ഫ്രണ്ട്സും ഒക്കെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് പോകുന്നത്? അവരുടെ ഹസ്ബൻഡ് നേപ്പാളിൽ ഹണ്ടിങ്ങിന് പോകും. ആ സമയത്ത് ഇവർ കാമുകരെയും കൂട്ടിയിട്ട് ഇങ്ങനെ വെക്കേഷന് ബീച്ചുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡിന് അറിയാം ഇവർക്ക് ഓൾറെഡി ലവർ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അയാൾക്ക് ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അയാൾ പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാത്തതാണ്, അല്ലെങ്കിൽ അവരുടെ മാരേജ് ഹാസ് ബിക്കം എ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഗസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ചാൽ ആനി മേരി കല്യാണത്തിന് മുന്നേ വെനീസിലെ ഒരു സെലിബ്രേറ്റഡ് പിയാനിസ്റ്റ് ആയിരുന്നു എന്ന കാര്യമൊക്കെ അവിടെ കൂടിയ ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ആനി മേരി ഇനി നമ്മൾ കാണുന്നത് ആ യങ് അറ്റാഷയുമായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്. നമ്മുടെ വൈസ് കൗൺസിലാണെങ്കിൽ ഒരു സ്ത്രീയോട് കൂടെ ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ സർപ്രൈസിംഗ്ലി അവർ സമ്മതിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പുറകിൽ ആരൊക്കെയോ, ഈ വന്ന ആൾക്കാരിൽ ആരൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ലെപ്രസി, നമ്മുടെ ഇന്ത്യയിൽ ലെപ്രസി ഭയങ്കരമായിട്ട് പടരുന്നു എന്നൊരു കാര്യമാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ വൈസ് കൗൺസിൽ ഈ ഒരു സ്ത്രീയോട്, അതായത് ഇയാളുടെ ഒപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീയോട് പറയുകയാണ്, വാസ്തവത്തിൽ അയാൾക്ക് ലെപ്രസി ബാധിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോടനെ അവർ ഡാൻസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് നടന്നു പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് ലേറ്റർ ഈ ആൻ മേരി ആരോടൊപ്പം ഡാൻസ് കളിക്കുന്നതാണ്, വൈസ് കൗൺസിലിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. അയാൾ അവളോട് പറയുന്നുണ്ട് അയാൾക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷേ അവൾ റെസ്പോണ്ട് ചെയ്യുന്നത് വെച്ചാൽ ഇല്ല, എനിക്ക് മൈക്കിൾ റിച്ചാർഡ്സനോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നാണ് അവൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് ബെഗ്ഗിയാണ്, ഈ ഒരു രാത്രി എംബസിയിൽ എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ബെഗ്ഗിയാണ്. പക്ഷേ അവൾ റെഫ്യൂസ് ചെയ്യാണ്. അങ്ങനെ അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ദിവസം നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഈ എംബസിയിൽ സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പം ഇയാൾ ഇത്രയും പബ്ലിക്കായിട്ട് ആ ഒരു ഇഷ്ടം ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള ഗസ്റ്റുകൾക്കൊക്കെ ഭയങ്കര നാണക്കേടും അതുപോലെ തന്നെ ഭയങ്കര ഹൊറിഫൈഡ് ആയിട്ട് തോന്നി. അയാളുടെ അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ്, അയാൾ പോകുന്നില്ല. പിന്നീട് അയാളെ അവിടെ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നെ ആ രാത്രി മൊത്തം ഇയാൾ കരയുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസിൽ ഈ ആൾ എന്ത് ചെയ്യാണ്, കരയാണ്, ക്രൈയിങ് ഇൻ ആഗനി. ആൻ മേരിയുടെ പേരിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആൻഡ് ഹീ വാണ്ടേഴ്സ് എയിംലെസ്ലി ത്രൂ ദ സിറ്റി. അങ്ങനെയാണ് സെക്കൻഡ് ആക്ട് അവസാനിക്കുന്നത്. ആക്ട് 3 നമ്മൾ കാണുന്നത് പാർട്ടി കഴിഞ്ഞു, എല്ലാവരും പോയി. ഇനി അവിടെ ഉള്ളത് ആൻ മേരി ഉണ്ട്, മൈക്കിൾ റിച്ചാർഡ്സൺ ഉണ്ട്, നമ്മുടെ യങ് അറ്റാഷ ഉണ്ട്, പിന്നെ സ്ട്രെറ്ററിൻ്റെ ഒരു ഗസ്റ്റ് അയാളുണ്ട്, പിന്നെ നമ്മുടെ ജോർജ് ക്രോണുമുണ്ട്. അവരെല്ലാവരും റിസപ്ഷൻ റൂമിൽ ഇരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ വൈസ് കൗൺസിൽ ദൂരത്തിരുന്ന് കരയുന്നതിൻ്റെ സൗണ്ടും ആ യെല്ലിങ്ങും ഒക്കെ ദൂരത്ത് കേൾക്കാം. ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് വോയിസ് 3യും വോയിസ് 4നെയും കേൾക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 3യും 4ഉം പുരുഷന്മാരാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആനി മേരി മരിച്ചല്ലോ, ആ ദിവസം എന്ത് ചെയ്തു, നമ്മുടെ മൈക്കിൾ റിച്ചാർഡ്സൺ ഇന്ത്യ വിട്ടു പോയതാണ്.
പിന്നീട് 1938 നമ്മുടെ വൈസ് കൗൺസിൽ എന്ത് ചെയ്യാണ്, അയാളുടെ ആ ഒരു പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തു എന്നും പറയുന്നുണ്ട്. പിന്നീട് അയാളെ പറ്റി കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വീണ്ടും വോയിസ് 1ഉം 2ഉം കേൾക്കാം. അവർ ഈ വൈസ് കൗൺസിലിൻ്റെ കാര്യത്തെ ആ ഒരു വിധിയെപ്പറ്റി സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എംബസിയിൽ 5 പേരുണ്ട്. ഇപ്പോൾ അവർ ചെയറിലിരുന്ന് ഉറങ്ങിയിട്ട് രാത്രി വെളുത്ത് രാവിലെ ആവാണ്. അവർ ഉറങ്ങുന്ന സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് വോയിസ് 3ഉം വോയിസ് 4ഉം ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അവർക്ക് നാളെ വെക്കേഷൻ ഉണ്ട് ഓൺ ദ ഐലൻഡ്. ആ ഒരു കാർ ജേർണിയുടെ കാര്യമൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കേൾക്കുന്ന സൗണ്ട് വോയിസസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ സ്റ്റേ ചെയ്യുന്നത് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഓൺ ആൻ ഐലൻഡ് ഇൻ ദ ഇന്ത്യൻ ഓഷൻ. അങ്ങനെയാണ് നമ്മുടെ ആക്ട് 3 അവസാനിക്കുന്നത്. ആക്ട് 4 നമ്മൾ കാണുന്നത് നമ്മുടെ ആൻ മേരിയും മൈക്കൽ റിച്ചാർഡ്സണും യങ് അറ്റാഷയും സ്ട്രെറ്ററിൻ്റെ ഗസ്റ്റും ജോർജ് ക്രൗണും എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ലൗഞ്ചിലേക്ക് വരുന്നതാണ്. വന്നിട്ട് അവിടെ നിന്ന് അവരെന്ത് ചെയ്യാണ്, ഡൈനിങ് റൂമിലേക്ക് പോവാണ് ഫോർ ഡിന്നർ. ആ സമയത്ത് നമ്മുടെ വൈസ് കൗൺസിൽ നമ്മുടെ ഗാർഡനിൽ അപ്പിയർ ചെയ്യുകയാണ്. എന്നിട്ട് ആരും കാണാതെ ഹോട്ടലിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന ആ വോയിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെഗ വുമനും എന്ത് ചെയ്തിട്ടുണ്ട്, ഐലൻഡിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യമാണ്. പിന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആൻ മേരി എന്ത് ചെയ്യാണ്, ബീച്ചിലേക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ്. പക്ഷെ അവർ നടക്കാൻ പോകുമ്പോൾ അവർ കാണാതെ നമ്മുടെ വൈസ് കൗൺസിൽ എന്ത് ചെയ്യാണ്, അവരെ പുറകുന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ആക്ട് 5 നമ്മൾ കാണുന്നത് ആൻ മേരി, മൈക്കൽ റിച്ചാർഡ്സൺ, അതുപോലെ ആ ഒരു യങ് അറ്റാഷെ അവരെല്ലാവരും എവിടേക്ക് എത്തിച്ചേരുന്നതാണ്, ഐലൻഡിലുള്ള ഫ്രഞ്ച് റെസിഡൻസിലേക്ക് എത്തിച്ചേരുന്നതാണ്. എല്ലാവരും ഏകദേശം ഒരു സമയത്താണ് എത്തിച്ചേർന്നത്. അവർ ഡിഫറെൻറ്റ് റൂട്ട്സ് കൂടെയാണ് വന്നത്. ഏകദേശം സെയിം സമയത്ത് അവർ എത്തിപ്പെട്ടു. പിന്നെ എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് വെച്ചാൽ വൈസ് കൗൺസിൽ അവിടേക്ക് എത്തുന്നതാണ്. ആരും കാണാതെ അയാൾ അവിടേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്ന മൈക്കിൾ ഇരുന്നിട്ട് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യങ് അറ്റാഷെ എന്ത് ചെയ്യാണ്, ഈ സമയത്ത് നമ്മുടെ ആൻ മേരി കൈകളിൽ കോരി എടുത്തിട്ട് ഒരു പാഷനേറ്റ് കിസ് കൊടുക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ മൈക്കിളിൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ്. മൈക്കൽ റിച്ചാർഡ്സൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വൈസ് കൗൺസിൽ ആരും കാണാതെ ജനാലയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്ന മൈക്കിളും യങ് അറ്റാഷയും എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോകുന്നതാണ്, റെസിഡൻസിൻ്റെ പുറത്തേക്ക് പോകുന്നതാണ്. ഇപ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ, നമ്മുടെ ആൻ മേരിയും അതുപോലെ വൈസ് കൗൺസിലും മാത്രമേ ഉള്ളൂ. നമ്മൾ അവസാനം കേൾക്കുന്നത് വോയിസ് 4 ആണ്. വോയിസ് 4 എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ദിവസം രാവിലെ ആൻ മേരി എന്ത് ചെയ്തു, ഇന്ത്യൻ ഓഷ്യനിലേക്ക് നടക്കാൻ പോയി. എന്നിട്ട് എന്ത് ചെയ്തു, അവർ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന കാര്യമാണ് അവസാനമായിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലേയിൽ സമ്മറി ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ മേജർ തീംസ് നോക്കുകയാണെങ്കിൽ ഒബ്സസീവ് ലവ് വരുന്നുണ്ട്. ഇവിടെ പോർട്രേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻ മേരി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അവർ സ്നേഹിക്കുന്നത് ആരെയാണ്, റിച്ചാർഡ്സനെ മാത്രമാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വൈസ് കൗൺസിലിനോട് അവരിങ്ങനെ പറയുന്നുണ്ട്, ഐ ലവ് മൈക്കിൾ റിച്ചാർഡ്സൺ, ഐ ആം നോട്ട് ഫ്രീ ഓഫ് ദാറ്റ് ലവ് എന്നൊക്കെ. അവർക്ക് ഇവന്തോ അവർ മാരീഡ് ആയിരുന്നെങ്കിലും അവർക്ക് വേറെ ലവർ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഭയങ്കര ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടു, 2 ക്യാരക്ടേഴ്സിനും നമ്മൾ കണ്ടു. ഈ 2 ക്യാരക്ടേഴ്സിനും അവർക്ക് അവരുടെ ഇമോഷൻസിൻ്റെ മേലെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളുടെ മേലെ ഒരു കൺട്രോളും ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ റിച്ചാർഡ്സനോട് മാത്രമാണ് സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ വൈസ് കൗൺസിൽ തിരിച്ച് പറയുന്നത് ഞാനും അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പം നമ്മുടെ ആൻ മേരിയുടെ സൈഡിൽ നിന്ന് ഇറ്റ് ഈസ് എ ക്ലിയർ റിജക്ഷൻ. അയാളെ എംബസിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അയാൾ കൽക്കട്ടയുടെ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അവരോടുള്ള ആ ഒരു ഒബ്സഷൻ്റെ പേരിൽ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം വരുമ്പോൾ അയാളെ പുറത്താക്കിയിട്ടും അയാൾ ആരും അറിയാതെ അവരെ ഫോളോ ചെയ്ത് ഐലൻഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോർട്രേ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഓഫ് ലവ് ആസ് വൺ ഓഫ് കമ്പൽഷൻ ആൻഡ് ഒബ്സഷനാണ്. അതൊരു ഹ്യൂമൻ ഇമോഷനാണ്. അതിന് നമ്മൾ പറയില്ലേ ലവ് നോസ് നോ ലോജിക് എന്നൊക്കെ. ഇറ്റ് ഈസ് എൻ ഇമോഷൻ ദാറ്റ് ഓപ്പറേറ്റ്സ് ഔട്ട്സൈഡ് ദ ബൗണ്ട്സ് ഓഫ് റീസൺ ആൻഡ് ഓഫൻ ലീഡ്സ് ടു സെൽഫ് ഡിസ്ട്രക്ഷൻ. ആ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ വരുന്നൊരു തീം കൊളോണിയലിസം ആണ്. ഈ ഒരു പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് കൊളോണിയലിസത്തിലാണ്. മെയിൻ ക്യാരക്ടേഴ്സൊക്കെ
യൂറോപ്യൻസ് ആണ്, മോസ്റ്റ്ലി ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. ഈ കൊളോണിയൽ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്ത് ചെയ്യുകയാണ്, പോവർട്ടിയും ഡിസീസും സ്റ്റാവേഷനും ഒക്കെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം, അതായത് നേറ്റീവായിട്ടുള്ള ഇന്ത്യൻ പീപ്പിളിൻ്റെ ഡെത്തും അവരുടെ സഫറിങ്ങും അണ്ടർ ദ യോക്ക് ഓഫ് കൊളോണിയൽ ഡോമിനേഷൻ, അതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ എംബസിയുടെ അകത്ത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് നല്ല ജീവിതം നയിക്കുമ്പോൾ എംബസിയുടെ പുറത്ത് എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു കോമൺ പീപ്പിളിൻ്റെ, ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ആ ഒരു പ്ലൈറ്റ് എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ കൽക്കത്തയുടെ സ്ട്രീറ്റുകളിൽ നമ്മൾ കാണുന്ന ബെഗേഴ്സ്, ഈ ലെപ്രസി ബാധിച്ച ആൾക്കാർ, ഈ പട്ടിണി കിടക്കുന്ന ആൾക്കാർ, അങ്ങനെ കൗണ്ട്ലെസ് നമ്പർ ഓഫ് ആൾക്കാർ പട്ടിണി കിടന്ന ദിവസവും മരിക്കുന്നത്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആക്ടിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ആകാശത്തുനിന്ന് ഇവർ എംബസിയിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു തീഗോളം അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഗ്ലോ കാണുന്നുണ്ട്. ആ ഗ്ലോ എന്തായിരുന്നു, പട്ടിണി കിടന്ന ആൾക്കാർ മരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അവരെ കത്തിച്ച് കളയുന്നതിൻ്റെ എവിടെ വെച്ചിട്ടാണ്, ബോണ്ട് ഇൻ ലാർജ് ഫയേഴ്സ് അലോങ് ദ ഗാഞ്ചസ് റിവർ, ഗംഗയുടെ തീരത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയുന്നതിൻ്റെ ആ ഒരു തീയാണ് കാണുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കുറച്ചെങ്കിലും ഈ ഒരു പ്രിവിലേജ്ഡ് ആൾക്കാരുടെ ഇടയിൽ കുറച്ചെങ്കിലും ഈ സഫറിങ് ആയിട്ടുള്ള കോമൺ പീപ്പിളിനോട് സിമ്പതി കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ആനി മേരിയാണ്. അവരാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ജാറിൽ നിറച്ച് വെക്കുന്നതും പാർട്ടി കഴിയുമ്പോൾ വരുന്ന ലെഫ്റ്റ് ഓവർ ഇതുപോലെ സ്റ്റാവിങ് പീപ്പിളിന് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സോങ് എന്ന് പറയുന്നത് ഒരു ക്രിറ്റിക് ആണെന്ന് പറയാം ഓഫ് ദ കൊളോണിയൽ സിസ്റ്റം വിച്ച് ക്രിയേറ്റ് സച്ച് എക്സ്ട്രീം കോൺട്രാസ്റ്റ് ഓഫ് വെൽത്ത് ആൻഡ് പോവർട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പ്ലേയെ പറ്റി വളരെ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ സമ്മറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.